ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെക്കോ, LDC, VF എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളം PYQ ഡിസ്കഷനാണ് കേട്ടോ. ഇന്നലെ നമ്മളൊരു ക്ലാസ് ചെയ്തായിരുന്നു മലയാളം PYQ. ഇന്നും അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, തുടങ്ങിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോട്ടെ. ഇവിടെ നമ്മൾ നോക്കിയേ, തെറ്റില്ലാത്ത പദങ്ങൾ. ഓപ്ഷൻസ് കണ്ടോ? ശ്രദ്ധിക്കുക, തെറ്റില്ലാത്ത പദങ്ങളാണ്. തെറ്റില്ലാത്ത പദങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കണം. കുട്ടിത്വം, ക്രീഡ, കാഠിന്യം, കണ്ടുപിടുത്തം. ഓപ്ഷൻസ് ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കുട്ടിത്വം, 2 ക്രീഡ, കാഠിന്യം എന്നുള്ളത് മൂന്നാമത്തെ ഓപ്ഷനാണ്, 4 കണ്ടുപിടുത്തം. ഇതിനകത്ത് ഏതാണ് തെറ്റില്ലാത്ത പദങ്ങൾ? ഏതൊക്കെയാണ് തെറ്റില്ലാത്ത പദങ്ങൾ? ക്രീഡയും കാഠിന്യവുമാണ് അല്ലെ. ക്രീഡ ഇങ്ങനെയല്ലേ എഴുതുന്നത്, കറക്റ്റ് ആണ്. കാഠിന്യവും കറക്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിനകത്ത് തെറ്റില്ലാത്ത പദങ്ങൾ അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, ഈ കുട്ടിത്വം എന്താണ് ഇവിടെ തെറ്റ് വരുന്നത്? കുട്ടിത്വത്തിന് തെറ്റാണ് ഇവിടെ. കുട്ടിത്വം എങ്ങനെയാണോ എഴുതുന്നത്? അല്ല, കുട്ടിത്തം കണ്ടോ? ഇത്വം അല്ല വേണ്ട, ഇത്തം. ഇത്തം, കുട്ടിത്തം എന്നാ എഴുതുന്നത്. ഇതാണ് കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് തെറ്റ് കണ്ടുപിടുത്തമല്ലേ. കണ്ടുപിടുത്തം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നെന്ന് ഓർക്കും. പക്ഷെ ഇങ്ങനെയാണോ എഴുതുന്നത്? കണ്ടുപിടുത്തം അല്ല, കണ്ടുപിടുത്തം. പിടുത്തം, പിടുത്തമല്ല, പിടുത്തമാണ് കേട്ടോ. കണ്ടുപിടുത്തമാണ്. ഓക്കെ അല്ലേ? അങ്ങനെ കുറച്ച് വാക്കുകൾ നമുക്ക് സാധാരണ പദശുദ്ധിയിൽ ചോദിക്കാറുള്ളത് നമുക്ക് നോക്കാം. എടാ, നാട്ടിൻപുറം. നാട്ടിൻപുറം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, നാട്ടിൻപുറം. നാട്ടിൻപുറം. ഓക്കെ, അടുത്തത് കുണ്ഠിതം. കുണ്ഠിതം. കുണ്ഠിതം എങ്ങനെയാണ്? കുണ്ഠിതം. കുണ്ഠിതം കേട്ടോ. കുണ്ഠിതം ഇട്ടായാണ്, ഈ വട്ടത്തിലുള്ള ഇട്ടായാണ് കുണ്ഠിതം. അധ്യക്ഷത. അധ്യക്ഷത എങ്ങനെയാണ് എഴുതുന്നത്? അധ്യക്ഷത എങ്ങനെ എഴുതുന്നത്? അധ്യക്ഷത അതിങ്ങനെയാണ്, അദ്ദായം ഉദ്ദായം കേട്ടോ. അധ്യക്ഷതയാണ് കേട്ടോ. അധ്യക്ഷതയാണ് അധ്യക്ഷത. ഓക്കെ അല്ലേ? അടുത്തത് ദുശകുനം. ദുശകുനം. ചിലപ്പോൾ ഓപ്ഷനിൽ ഒരു ശായൊക്കെ കൊടുത്തിട്ട് വരും. ഒരു ശായാണോ ദുശകുനത്തിന്? അല്ല, 2 ശാ വേണം കേട്ടോ. 2 ശായാണ് ദുശകുനം. അടുത്തത് ഐകരൂപ്യം. ഐകരൂപ്യം എങ്ങനെയാണ് എഴുതുന്നത്? ഐകരൂപ്യം ഇത് കണ്ടോ, ഐകരൂപ്യം. ഐകരൂപ്യം. ഓക്കെ, അടുത്ത നിഷ്ഠൂരമാണ്. അതും വട്ടത്തിലുള്ള ഇട്ടായാണ്, നിഷ്ഠൂരം. നിഷ്ഠൂരം. ഓക്കെ, അടുത്തത് ദ്രഷ്ടാവ്. എന്താണ്? ദ്രഷ്ടാവ്. ഇതുപോലെ തന്നെ നമ്മളൊരു വാക്ക് എഴുതും അല്ലെ, സൃഷ്ടാവ് എന്ന് എഴുതൂലേ, അതും ഇങ്ങനെയാണ്, സൃഷ്ടാവ് അല്ലെ. അപ്പൊ ഇത് ദൃഷ്ടാവാണ് കേട്ടോ. അപ്പൊ വട്ടത്തിലുള്ള ടാ വേണ്ട, വെറും ടാ മതി. സൃഷ്ടാവ് അല്ലെങ്കിൽ ദൃഷ്ടാവ്. ഓക്കെ അല്ലേ? ഐകകണ്ഠ്യം. ഐകകണ്ഠ്യം നമുക്ക് ഇങ്ങനെ എഴുതാം, ഐകകണ്ഠ്യം. ഐകകണ്ഠ്യം. ഓക്കെ, ഇത്രയും വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കാം കേട്ടോ. കുട്ടിത്തം, കണ്ടുപിടുത്തം, നാട്ടിൻപുറം, കുണ്ഠിതം, അധ്യക്ഷത, ദുശകുനം, ഐകരൂപ്യം, നിഷ്ഠൂരം, ദൃഷ്ടാവ്, ഐകകണ്ഠ്യം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പിരിച്ചെഴുതാനുള്ളതാണ്. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ചലച്ചിത്രം ഇതിവിടെ എഴുതിയിട്ടുണ്ട്. ചലച്ചിത്രം എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ചല പ്ലസ് ചിത്രം. ചലച്ചിത്രം എങ്ങനെ പിരിച്ചെഴുതാം? ചല പ്ലസ് ചിത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം പിരിച്ചെഴുതാനുള്ളത്. എടാ, അന്വർത്ഥം. അന്വർത്ഥം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? അന്വർത്ഥം അനു പ്ലസ് അർത്ഥം. ഇങ്ങനെ എഴുതാം, അനു പ്ലസ് അർത്ഥം. അടുത്ത കന്മതം. കന്മതം ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. കന്മതം. കന്മതം എങ്ങനെ എഴുതാം? തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു വാക്കാണ് കന്മതം. അത് എഴുതുന്നത് കല പ്ലസ് മതം. ഇങ്ങനെയാണ് കന്മതം പിരിച്ചെഴുതുന്നത്, കല പ്ലസ് മതം. ഉണ്മ. ഉണ്മ പിരിച്ചെഴുതുന്നത് എങ്ങനെയാ നോക്കിയേ, ഉള പ്ലസ് മായാണ്. ഉണ്മ. ഉണ്മ ഉള പ്ലസ് മായാണ്. തിരുമുൽ കാഴ്ച ഇതില്ലാണ്. തിരുമുൽ കാഴ്ച. തിരുമുൽ കാഴ്ച ഇക്കാനുണ്ട് കേട്ടോ ഇവിടെ, ഇക്കാനാണ്. തിരുമുൽ കാഴ്ച നമുക്ക് പിരിച്ചെഴുതുമ്പോ തിരു മുൻ പ്ലസ് ഇരട്ടിച്ച കാ വെറും കായായി മാറും അല്ലെ. കാഴ്ച കണ്ടോ? തിരു മുൻ. മുൻ എന്നുള്ളത് ഇല്ല എന്തായി മാറി? ഇന്നായി മാറി. പ്ലസ് കാഴ്ച കേട്ടോ, കാഴ്ച. തിരുമുൻ പ്ലസ് കാഴ്ചയാണ് തിരുമുൽ കാഴ്ച. ഓക്കെ അല്ലേ? പെങ്ങൾ. പെങ്ങൾ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? പെൺ പ്ലസ് കൾ.
പെൺ പ്ലസ് കള്ളാണ് പെങ്ങൾ. പെൺ പ്ലസ് കൾ പെങ്ങൾ. ഇനി കള്ളം. കള്ളം എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാടാ? കള്ളം കൾ പ്ലസ് അമ്മാണ്. കൾ പ്ലസ് അമ്മാണ്. നോക്കിക്കേ, കള്ളം കള്ളം കൾ പ്ലസ് അം. അപ്പൊ ചലച്ചിത്രം എങ്ങനെ എഴുതാം? ചല പ്ലസ് ചിത്രം. അന്വർത്ഥം അനു പ്ലസ് അർത്ഥം. കന്മതം കല പ്ലസ് മതം. ഉണ്മ ഉള പ്ലസ് മാ. തിരുമുൽക്കാഴ്ച തിരുമുൽ പ്ലസ് കാഴ്ച. പെങ്ങൾ പെൺ പ്ലസ് കൾ. കള്ളം കൾ പ്ലസ് ആ കേട്ടോ. അപ്പൊ അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ കഠിനം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ഏതാണ്? കഠിനം. ഞാൻ ഓപ്ഷൻ എഴുതിയിട്ടില്ല. അപ്പൊ കഠിനം ഭയങ്കര കഠിനമാണ് അല്ലെ? കഠിനം. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് വാക്ക് നമുക്ക് പറയാൻ പറ്റും. ലളിതവും പറയാം, മൃദുവും പറയാം കേട്ടോ. ലളിതം മൃദു എന്തിന്റെ ഓപ്പോസിറ്റ് ആണ്? കഠിനം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. കഠിനത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ലളിതം മൃദു. ലളിതം മൃദു. അങ്ങനെയാണ് കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. നൈസർഗികം. നൈസർഗികം എന്താണ് ഓപ്പോസിറ്റ്? എന്താ വിപരീതം? എന്താണ്? കൃത്രിമമാണ്. നൈസർഗികം കൃത്രിമമാണ് കേട്ടോ. കൃത്രിമം. സ്വകീയം. സ്വകീയം ഓപ്പോസിറ്റ് പരകീയം. സ്വകീയം ഓപ്പോസിറ്റ് എന്താണ്? പരകീയം. ഓക്കെ. അടുത്ത സൂക്ഷ്മമാണ്. സൂക്ഷ്മം. സൂക്ഷ്മമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ PSC. സൂക്ഷ്മം സ്ഥൂലമാണ്. സ്ഥൂലം സ്ഥൂലം. സൂക്ഷ്മം സ്ഥൂലം. തവ. തവ മമ. തവയുടെ ഓപ്പോസിറ്റ് എന്താണ്? മമയാണ്. മമ. അടുത്ത തിക്തം. തിക്തം എന്ന് വെച്ചാൽ എന്താ? കയ്പ് അല്ലെ? തിക്തം എന്ന് വെച്ചാൽ കയ്പാണ്. തിക്ത അനുഭവങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ തിക്തം എന്ന് വെച്ചാൽ കയ്പാണ്. അതിന്റെ ഓപ്പോസിറ്റ് അപ്പൊ എന്ത് വരും? കയ്പുള്ളത് മധുരമുള്ളത് അല്ലെ? അപ്പൊ മധുരമാണ്. കയ്പ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എന്താണ്? മധുരമാണ് കേട്ടോ. തിക്തം മധുരമാണ്. ഓക്കെ അല്ലേ? കിട്ടിക്കാണുമല്ലോ. അടുത്തത് വിയോഗം. വിയോഗത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? വിയോഗത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? പറഞ്ഞേ. സംയോഗമാണ് കേട്ടോ. വിയോഗം എന്താണ് ഓപ്പോസിറ്റ്? സംയോഗം. വിയോഗം സംയോഗം. അടുത്തത് കൃശം. കൃശം ഓപ്പോസിറ്റ് മേധുരമാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. കൃശം. കൃശം ഓപ്പോസിറ്റ് എന്താണ്? മേധുരം. മേധുരം. അപജാതൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അപജാതൻ. അതിജാതനാണ്. അപജാതൻ ഓപ്പോസിറ്റ് എന്താണ്? അതിജാതൻ. അതിജാതനാണ്. അപജാതൻ അതിജാതൻ. അധോമുഖൻ ഓപ്പോസിറ്റ് പറയാമോ? അധോമുഖൻ. നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നോക്കുക കേട്ടോ. അത് കിട്ടുന്നുണ്ടോന്ന്. PYQ ആണ്. അപ്പൊ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനിയുള്ള പരീക്ഷകളിൽ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അധോമുഖൻ എന്താണ് ഓപ്പോസിറ്റ്? ഊർധമുഖനാണ്. അധോമുഖന്റെ ഓപ്പോസിറ്റ് എന്താ? ഊർധമുഖൻ. അധോമുഖൻ ഊർധമുഖൻ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് വിപരീതം ഒന്നുകൂടെ നോക്കാം. കഠിനം. കഠിനം രണ്ട് വാക്കുകളുണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. കഠിനം ലളിതമുണ്ട് മൃദുവുണ്ട്. ലളിതം മൃദു. നൈസർഗികം കൃത്രിമമാണ്. ദെൻ സ്വകീയം പരകീയം. സ്ഥൂലം സൂക്ഷ്മം. ഓക്കെ. തവ മമ. പിന്നെ തിക്തം മധുരം. വിയോഗം സംയോഗം. കൃശം മേധുരം. അപജാതൻ അതിജാതൻ. അപജാതൻ അതിജാതൻ. അധോമുഖൻ ഊർധമുഖനാണ് കേട്ടോ. അധോമുഖൻ ഊർധമുഖനാണ്. കിട്ടിയോ? അപ്പൊ ഇത്രയും നമുക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. PYQ ആണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയാലോ. നോക്കിയേ. കടൽ പര്യായപദം അല്ലാത്തത്. കടലിന്റെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ ഉണ്ട്. പാരാവാരം, അർണവം, ആഴി, നിമ്നക. ഇതാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കടലിന്റെ പര്യായപദം അല്ലാത്തത് ഏതാണെന്നാ ചോദ്യം. അല്ലാത്തത് ശ്രദ്ധിക്കണേ. ഏതാടാ? പാരാവാരം എന്ന് വെച്ചാൽ എന്താണ്? കടൽ തന്നെയാണ് അല്ലെ? അതുപോലെ അർണവം കടലല്ലേ? ആഴി എന്താണ്? ആഴിയും കടലാണ് അല്ലെ? അപ്പൊ ഏതാ അതിനകത്ത് ആൻസർ വരുന്നത്? നിമ്നകയാണ് അല്ലാത്തത്. നിമ്നകയാണ് കടലിന്റെ പര്യായപദം അല്ലാത്തത്. അപ്പൊ എന്താണ് നിമ്നക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നദിയല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്. നദിയുടെ പര്യായമാണ് നിമ്നക എന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ ഇവിടെ കടലിന്റെ പര്യായപദമാണ് പാരാവാരം, അർണവം, ആഴി. പാരാവാരം, അർണവം, ആഴി. പാരാവാരം, അർണവം, ആഴി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കടലാണ്.
ഓക്കെ, കുറച്ച് വാക്കുകൾ ശ്രദ്ധിച്ച് പര്യായപദം നോക്കാം നമുക്ക്. ആനയുടെ പര്യായപദം പറഞ്ഞാൽ ആന, ആന, ഗജം, മാതംഗം, ദന്തി, ദ്വിപം, കരി, വാരണം. എന്തൊക്കെയാണ്? ഗജം, മാതംഗം, ദന്തി, ദ്വിപം, കരി, വാരണം എല്ലാം ആനയുടെ പര്യായപദങ്ങളാണ്. അടുത്ത ആയുധം. ആയുധത്തിന്റെ പര്യായപദമാണ് ശസ്ത്രം, ഹേതി, പ്രഹരണം. ശസ്ത്രം, ഹേതി, പ്രഹരണം. ശസ്ത്രം, ഹേതി, പ്രഹരണം എന്തിന്റെയാണ്? ആയുധം. ആയുധത്തിന്റെ പര്യായപദമാണ് ശസ്ത്രം, ഹേതി, പ്രഹരണം. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ചോദ്യം കണ്ടില്ലേ, അതുപോലെയൊക്കെ ഇവിടെ ചോദിക്കും കേട്ടോ. അപ്പൊ പര്യായപദം അറിഞ്ഞാൽ മാത്രമേ അതിനകത്ത് അല്ലാത്തത് ഏത് ആയത് ഏതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ശസ്ത്രം, ഹേതി, പ്രഹരണമാണ് ആയുധം. മേഘത്തിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? മേഘം, വാരിതം, അമ്പുതം, ജീമൂതം. അടുത്ത ചോദ്യം നോക്കിയാലോ. നോക്കിയേ, കടൽ പര്യായപദം അല്ലാത്തത്, കടലിന്റെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ ഉണ്ട്. പാരാവാരം, അർണവം, ആഴി, നിമ്നക. ഇതാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കടലിന്റെ പര്യായപദം അല്ലാത്തത് ഏതാണെന്നാ ചോദ്യം. അല്ലാത്തത് ശ്രദ്ധിക്കണേ, ഏതാടാ? പാരാവാരം എന്ന് വെച്ചാൽ എന്താണ്? കടൽ തന്നെയാണ് അല്ലെ. അതുപോലെ അർണവം കടലല്ലേ. ആഴി എന്താണ്? ആഴി, ആഴിയും കടലാണ് അല്ലെ. അപ്പൊ ഏതാ അതിനകത്ത് ആൻസർ വരുന്നത്? നിമ്നകയാണ് അല്ലാത്തത്. നിമ്നകയാണ് കടലിന്റെ പര്യായപദം അല്ലാത്തത്. അപ്പൊ എന്താണ് നിമ്നക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നദിയല്ലേ. നമ്മൾ പഠിക്കുന്നുണ്ട്. നദിയുടെ പര്യായമാണ് നിമ്നക എന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ ഇവിടെ കടലിന്റെ പര്യായപദമാണ് പാരാവാരം, അർണവം, ആഴി. പാരാവാരം, അർണവം, ആഴി. പാരാവാരം, അർണവം, ആഴി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കടലാണ്. ഓക്കെ, കുറച്ച് വാക്കുകൾ ശ്രദ്ധിച്ച് പര്യായപദം നോക്കാം നമുക്ക്. ആനയുടെ പര്യായപദം പറഞ്ഞാൽ ആന, ആന, ഗജം, മാതംഗം, ദന്തി, ദ്വിപം, കരി, വാരണം. എന്തൊക്കെയാണ്? ഗജം, മാതംഗം, ദന്തി, ദ്വിപം, കരി, വാരണം എല്ലാം ആനയുടെ പര്യായപദങ്ങളാണ്. അടുത്ത ആയുധം. ആയുധത്തിന്റെ പര്യായപദമാണ് ശസ്ത്രം, ഹേതി, പ്രഹരണം. ശസ്ത്രം, ഹേതി, പ്രഹരണം. ശസ്ത്രം, ഹേതി, പ്രഹരണം എന്തിന്റെയാണ്? ആയുധം. ആയുധത്തിന്റെ പര്യായപദമാണ് ശസ്ത്രം, ഹേതി, പ്രഹരണം. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ചോദ്യം കണ്ടില്ലേ, അതുപോലെയൊക്കെ ഇവിടെ ചോദിക്കും കേട്ടോ. അപ്പൊ പര്യായപദം അറിഞ്ഞാൽ മാത്രമേ അതിനകത്ത് അല്ലാത്തത് ഏത് ആയത് ഏതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ശസ്ത്രം, ഹേതി, പ്രഹരണമാണ് ആയുധം. മേഘത്തിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? മേഘം, വാരിതം, അമ്പുതം, ജീമൂതം, കൊണ്ടൽ. എന്തൊക്കെയാണ്? വാരിതമൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, അമ്പുതമൊക്കെ അല്ലെ. ഇതൊക്കെ അങ്ങനെ അതും കേട്ട് പരിചയമില്ല. അപ്പൊ ശ്രദ്ധിച്ചോ, വാരിതം, അമ്പുതം, ജീമൂതം, കൊണ്ടൽ. ഓക്കെ അല്ലേ? നദി നോക്കിക്കേ. നദിക്ക് ഒത്തിരി പര്യായപദങ്ങളുണ്ട്. സരിത്ത്, തടിനി, പിന്നെന്താ? വാഹിനി, നിമ്നക, തരംഗിണി. തരംഗിണി, നിമ്നക, വാഹിനി, തടിനി, സരിത്ത്. സരിത്ത്, തടിനി, വാഹിനി, നിമ്നക, തരംഗിണി. ഇതൊക്കെ എന്താണ്? നദിയുടെ പര്യായപദങ്ങളാണ്. അടുത്ത ബന്ധുരം. ബന്ധുരം. ബന്ധുരം എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാ വരുന്നത്? മനോഹരം, മനോജ്ഞം, ഹൃദ്യം. മനോഹരമായത് അല്ലെ. മനോഹരം, മനോജ്ഞമായത്, ഹൃദ്യമായത് എന്നൊക്കെ അതിൻ്റെയൊക്കെ ബന്ധൂരത്തിന്റെ അർത്ഥങ്ങളാണ് കേട്ടോ. പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? മനോഹരം, മനോജ്ഞം, ഹൃദ്യം. ഇരുട്ട്. ഇരുട്ടിന്റെ പര്യായപദങ്ങളാണ് തമസ്, അന്ധകാരം, ദ്വാന്തം എന്നൊക്കെ പറയുന്നത് ഇരുട്ടാണ്. തമസ്, അന്ധകാരം, ദ്വാന്തം. ഓക്കെ അല്ലേ? തമസ്, അന്ധകാരം, ദ്വാന്തം. ഓക്കെ അല്ലേ? അടുത്ത ആമ്പൽ. ആമ്പലിന്റെ പര്യായപദങ്ങളാണ് കുമുദം, കൂവലയം, സാരഥം. കുമുദം, കൂവലയം, സാരഥം. കുമുദം, കൂവലയം, സാരഥം ആമ്പലിന്റെ പര്യായപദങ്ങളാണ്. അടുത്തത് തേന്മാവ്. തേന്മാവിന്റെ പര്യായപദമാണ് ചൂതം, രസാലം, സാലം, മാഗന്ധം. എന്താണ്? ചൂതം, രസാലം, സാലം, മാഗന്ധം. ഒന്നുകൂടെ. മാഗന്ധം, സാലം, രസാലം, ചൂതം. ചൂതം, രസാലം, സാലം, മാഗന്ധം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഒന്നുകൂടെ നോക്കാം.
കടലിന്റെ പര്യായപദങ്ങളാണ് പാലാവാരം, അർണവം, ആഴി. ആന, ഗജം, മാതംഗം, ദന്തി, ദ്വിപം, കരി, വാരണം. ആയുധം ശസ്ത്രം, ഭേദി, പ്രഹരണം. മേഘം വാരിതം, അമ്പുതം, ജീമൂതം, കൊണ്ടൽ. നദി സരിത്ത്, തടിനി, വാഹിനി, നിമ്നക, തരംഗിണി. ബന്ധുരം മനോഹരം, മനോജ്ഞം, കൃത്യം. ഇരുട്ട് തമസ്, അന്ധകാരം, ദ്വാന്തം. ആമ്പലിന്റെ എന്തൊക്കെയാണ്? കുമുദം, പൂവലയം, സാരഥം. തേന്മാവ്, ചൂതം, രസാലം, സാലം, മാകന്ധം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ടിറ്റ് ഫോർ ടാറ്റ് മലയാള ശൈലിയാണ്. ടിറ്റ് ഫോർ ടാറ്റിന്റെ മലയാള ശൈലി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുളക്കുപ്പേരി എന്ന് കേട്ടിട്ടില്ലേ? അവള് ഉരുളക്കുപ്പേരിയായിട്ട് അവൻ പറഞ്ഞതിന്റെ മറുപടി കൊടുത്തു എന്ന് പറയില്ലേ? എന്താണ്? അല്ലെങ്കിൽ എന്താണ്? വേറെ രീതി പറഞ്ഞാൽ നമുക്ക് പകരത്തിന് പകരം എന്ന് പറയാം അല്ലെ? അപ്പോൾ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കുപ്പേരി അല്ലെങ്കിൽ പകരത്തിന് പകരം രണ്ടും വരും കേട്ടോ. ഉരുളക്കുപ്പേരി, പകരത്തിന് പകരം. ഓക്കെ അല്ലേ? അങ്ങനെ കുറച്ച് വാക്കുകൾ നമുക്ക് മലയാള ശൈലി നോക്കാവേ. കർട്ടൻ ലെക്ചർ എന്ന് വെച്ചാൽ എന്താ? കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തലയണ മന്ത്രം അല്ലെ? തലയണ മന്ത്രം എന്ന് കേട്ടിട്ടില്ലേ? അതാണ് കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞാല് തലയണ മന്ത്രം. എന്താന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി ഗൂസ്ബെറിയുടെ അർത്ഥം എന്താണ്? ഗൂസ്ബെറി എന്ന് വെച്ചാൽ എന്താണ്? ഗൂസ്ബെറി എന്ന് വെച്ചാൽ സ്വർഗത്തിലെ കട്ടുറുമ്പ് കേട്ടോ. സ്വർഗത്തിലെ കട്ടുറുമ്പ്. അടുത്ത് മിസ്കണ്ടക്ട്. മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? എന്തോ അത്? നടപടി ദൂഷ്യമാണ്. നടപടി ദൂഷ്യത്തിനാണ് മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. മിസ്കണ്ടക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടപടി ദൂഷ്യമാണ്. കാരിക്കേച്ചർ ഇമ്പോർട്ടന്റ്, PSC ഒരു മാർക്കാണ്. കാരിക്കേച്ചർ എന്താണ്? തൂലികാ ചിത്രം. കാരിക്കേച്ചർ തൂലികാ ചിത്രം. പാമിസ്ട്രി എന്ന് കേട്ടിട്ടില്ലേ? പാമിസ്ട്രി എന്താണ്? പാമിസ്ട്രി ഹസ്തരേഖാ ശാസ്ത്രം. അതൊന്നും നോക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. പാമിസ്ട്രി PSC ഒരു മാർക്കാണ്. ഹസ്തരേഖാ ശാസ്ത്രമാണ്. ദെൻ ഇൻ ക്യാമറ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് രണ്ടും പ്രൈമാ ഫേസിയും ഇൻ ക്യാമറയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഇംഗ്ലീഷിൽ അല്ലെ, ഇംഗ്ലീഷിൽ വരുന്ന രണ്ട് വേർഡ്സ് ആണ് ഇത് രണ്ടും അല്ലെ? കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇൻ ക്യാമറ എന്ന് വെച്ചാൽ സ്വകാര്യമായിട്ട്. എന്താണ് ഇൻ ക്യാമറ എന്ന് വെച്ചാൽ? എന്താണ്? സ്വകാര്യമായിട്ട്. പ്രൈമാ ഫേസി എന്ന് വെച്ചാൽ എന്താണ്? പ്രഥമ ദൃഷ്ടിയിൽ, ആദ്യത്തെ നോട്ടത്തിൽ എന്നൊക്കെ പറയില്ലേ? അതാണ് സംഭവം. പ്രൈമാ ഫേസി എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയിൽ. ഓക്കെ അല്ലേടാ? പ്രഥമ ദൃഷ്ടിയിൽ. ഒന്നുകൂടെ നോക്കാം നമുക്ക്. അപ്പൊ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കുപ്പേരി, പകരത്തിന് പകരം. ദെൻ കർട്ടൻ ലെക്ചർ എന്ന് വെച്ചാൽ തലയണ മന്ത്രം. ദെൻ ഗൂസ്ബെറി എന്താണ്? സ്വർഗത്തിലെ കട്ടുറുമ്പാണ്. മിസ്കണ്ടക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടപടി ദൂഷ്യമാണ്. ദെൻ കാരിക്കേച്ചർ തൂലികാ ചിത്രം, പാമിസ്ട്രി ഹസ്തരേഖാശാസ്ത്രം, ഇൻ ക്യാമറ സ്വകാര്യമായി, പ്രൈമാ ഫേസി പ്രഥമ ദൃഷ്ടിയിൽ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. എന്നാലാണ് നമുക്ക് ഇനിയും ക്ലാസ്സുകൾ ചെയ്യുന്നതിന് പ്രചോദനമാകുന്നത്. നിങ്ങളുടെ ആ ലൈക്കും ഷെയറും ഒക്കെയാണ്. മിക്കവരും തന്നെ ക്ലാസ്സുകൾ കണ്ടാലും ഇടാഞ്ഞിട്ടാണോ അതോ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, ലൈക്ക് ചെയ്യാറില്ല. അങ്ങനെ ആവരുത്. നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും ഇനി ക്ലാസ്സുകൾ ചെയ്യാനുള്ള എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ കാണുക, ഇഷ്ടപ്പെട്ട് തന്നെ കാണുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.